എല്ലാവർക്കും ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകളിലേക്ക് സ്വാഗതം. ചലച്ചിത്രമേള എന്നാൽ എന്തെങ്കിലും പൊല്ലാപ്പുണ്ടായില്ലെങ്കിൽ അതിനെ ഒരു മേളയായി കാണാൻ തലസ്ഥാനത്തെത്തുന്ന ബുദ്ധിജീവികൾക്ക് ആർക്കും കഴിയില്ല. സിനിമയ്ക്കപ്പുറം പൊല്ലാപ്പിൻ്റെ മേളയായി തന്നെയാണ് ചലച്ചിത്രമേള തുടക്കം മുതൽ കൊണ്ടാടപ്പെടുന്നത്. ഇത്തവണയും പൊല്ലാപ്പിന് കുറവൊന്നും ഉണ്ടായില്ല. ദേശീയ ഗാനമാണ് ഇത്തവണത്തെ പൊല്ലാപ്പ് വിഷയം. ഓരോ സിനിമയ്ക്ക് മുന്നിലും ദേശീയ ഗാനം കാണിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. എന്നാൽ മേളക്കെത്തിയ ബുദ്ധിജീവികളിൽ ചിലർ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുന്നത് അലങ്കാരമാക്കുന്നുണ്ടത്രേ. അവരെ പിടികൂടാൻ വലയുമായി തിയേറ്റർ വളപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തലസ്ഥാനത്തെ പോലീസ്. ഞങ്ങൾ ഭാരതത്തെ സ്നേഹിക്കുന്നു. അടിച്ചേൽപ്പിക്കപ്പെടേണ്ട വികാരമല്ല. രാഷ്ട്രസ്നേഹം അടിച്ചേൽപ്പിക്കപ്പെടേണ്ട വികാരമല്ല. സ്നേഹം പ്രകടിപ്പിക്കണമെന്നുള്ള സുപ്രീം കോടതി ഓർഡറിനെ ഞങ്ങൾ ഡെലിഗേറ്റ്സ് എന്നുള്ള രീതിയിൽ വളരെ ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കുകയാണ്. അതോടൊപ്പം തന്നെ 12 പേരെ അറസ്റ്റ് ചെയ്ത സാഹചര്യവും ഒരു കാരണവശാലും അംഗീകരിക്കാനാവുന്നതല്ല. ഒരാളുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാനോ അത് തീരുമാനിക്കാനോ ഇവിടുത്തെ ഭരണകൂടത്തിന് യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല. ഏറ്റവും രസകരമായ സംഭവം, ഈ ദേശീയഗാനം എഴുതിയിട്ടുള്ള ആൾ തന്നെ പറഞ്ഞത് അദ്ദേഹം ഒരു രാഷ്ട്രം എന്ന സങ്കല്പത്തിന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള രാഷ്ട്രസങ്കല്പങ്ങൾക്കും എതിരെ നിൽക്കുന്ന ഒരാളാണ്. എതിരാണ് ഞാനെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്, എഴുതിയിട്ടുള്ള ആളാണ്, സംസാരിച്ചിട്ടുള്ള ആളാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം എഴുതിയ ദേശീയഗാനത്തിൻ്റെ പേരിലാണ് ഇന്ന് 12 പേരെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രത്തോട് അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്രതീക്ഷിതമായി പോലീസ് എത്തി പൊക്കിയതിൻ്റെ അങ്കലാപ്പിലായിരുന്നു ചിലർ. എന്നാൽ ചിലരാകട്ടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഗമയിലാണ് സ്റ്റേഷനിൽ നെഞ്ചും വിരിച്ചു നിന്നത്. ചലച്ചിത്രമേള എന്നത് തന്നെ ആളുകൾ ശ്രദ്ധിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാനുള്ള വേദിയാണ്. അതിനു പറ്റിയ അവസരമായി കണ്ടു ചിലർ. അല്ല, നമുക്കിപ്പോൾ പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ളത് നിയമമാണ്. തീർച്ചയായിട്ടും ദേശീയഗാന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടത് തന്നെയാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ തിയേറ്ററിൽ എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷേ പുറത്ത് വല്ല പ്രതിഷേധം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കതിന് തടയേണ്ട കാര്യമില്ല. അത് ആ വഴിക്ക് അങ്ങ് നടക്കും. അകത്ത് എനിക്ക് തോന്നുന്നത് അത് വലിയ പ്രശ്നമായി വരില്ല എന്നുള്ളത് തന്നെയാണ്. അത് ദേശീയത എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു വൈകാരികമായി മാറ്റാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളില്ല. ചില കേന്ദ്രങ്ങൾ ഇപ്പോൾ അങ്ങനെയുണ്ട്, ദേശീയതയുടെ ഒരു കുത്തക ഏറ്റെടുത്തുകൊണ്ട് ചില രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഇത് സുപ്രീം കോടതിയുടെ ഭാഗമായിട്ട് വന്നതായതുകൊണ്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ബാധ്യത സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കുണ്ട്. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട വിഷയം ചോദിക്കുമ്പോൾ ലീഗ് നേതാക്കൾക്ക് എന്തെന്നില്ലാത്ത ദേശസ്നേഹമാണ്. പത്രക്കാർ തിരിച്ചും മറിച്ചും ചോദിച്ചാലൊന്നും ബാധിക്കുന്ന ദേശസ്നേഹമല്ല അത്. അതില്ല, നാഷണൽ ആന്തത്തോട് ഒട്ടും ഒരു ബഹുമാനക്കുറവ് എവിടെയാണ്? നിങ്ങൾ തിയേറ്ററിൽ എവിടെയായിരുന്നു ചെയ്യാൻ പാടില്ല. അതങ്ങനെയല്ല, അതിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല. ഞങ്ങളെന്നും തിയേറ്ററിൽ ആവശ്യമില്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല. ദേശീയഗാനം എവിടെ നിങ്ങൾ ദേശീയഗാനം ചെല്ലുകയാണെങ്കിലും അതിനോട് റെസ്പെക്റ്റ് കാണിക്കണമെന്ന്. എന്താ കാര്യം? അങ്ങനല്ല, അത് ഞങ്ങൾ ഡിസ്കസ് ദാറ്റ്. ഞങ്ങൾ ഒരു കാര്യമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നാലും ഞങ്ങൾ മറുപടി ഒന്നാണ്. നിങ്ങളുടെ ചോദ്യത്തിൽ അങ്ങനെയല്ല അതല്ല, ചോദ്യത്തിലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക്, മറുപടിക്കുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം. അല്ല, അങ്ങനെയല്ല. അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വൈഷുഡ് അല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് അങ്ങനെ ഏതായാലും രാജ്യത്തെ ഏറ്റവും വലിയ നീതിയോടാണല്ലോ ഇപ്പോൾ വേണമെന്ന് പറഞ്ഞത്. ദേശീയഗാനം ആരെങ്കിലും ദേശീയഗാനം ആരെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഉമ്മൻചാണ്ടിയെയും കൂട്ടരെയും ആരാണ് മൂലക്കിരുത്താൻ നോക്കുന്നത്? അങ്ങനെ ഇരുന്നു പോകുന്നയാളാണോ ചാണ്ടി സാർ? DCC പുനഃസംഘടനയിൽ ഐ ഗ്രൂപ്പിന് സർവസ്വവും നൽകി ചാണ്ടി സാറിനെ ചതിച്ചിരിക്കുകയാണ് സുധീരൻജി. അത് കഴിഞ്ഞാൽ പിന്നെ സുധീരൻജിയുടെ തന്നെ സ്വന്തം ഗ്രൂപ്പിനാണ് പ്രസിഡന്റ് പദവികൾ കൂടുതൽ കിട്ടിയത്. ബാക്കി വന്ന അണ്ണാൻ ചപ്പിയതും വവ്വാരി കടിച്ചതുമായ ചില ജില്ലകളാണ് ചാണ്ടി സാറിൻ്റെ ഗ്രൂപ്പിന് കൊടുത്തത്. ചാണ്ടി സാർ ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. ഞാൻ പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എനിക്കതിനെക്കുറിച്ചുള്ള അഭിപ്രായം പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. ഞാൻ പറഞ്ഞില്ലേ, അത് മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളതല്ല. അതെൻ്റെ അഭിപ്രായം ഞാൻ
പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ, എല്ലാവരും വേണ്ടപ്പെട്ടവർ തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുടെ പാർട്ടിയാണ്, ധാരാളം പേര് അർഹതയുള്ളവരുണ്ട്. എനിക്കതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. പാർട്ടിയിൽ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തി കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പോയതോ പോയി. DCC പ്രസിഡന്റ് പദമോ സ്വന്തം ഗ്രൂപ്പിന് വേണ്ടത്ര കിട്ടിയില്ല. ഇനി KPCC പുനഃസംഘടന വരാൻ പോവുകയാണ്. അതിലെങ്കിലും സുധീരൻജിയുടെയും ചെന്നിത്തലാജിയുടെയും ആളുകളെ മൂലക്കിരുത്താൻ പറ്റണം. ഈ ആഗ്രഹം പറയാനായി ദില്ലിയിലേക്ക് വണ്ടി കയറിയിരിക്കുകയാണ് A ഗ്രൂപ്പ് നേതാക്കൾ. And in that meeting we had decided that we will have a further meeting with a larger group of leaders from Kerala, have extensive discussions with them in order to prepare our strategy and a roadmap for the organization. Party AK Antony ji and myself, we had a meeting with Congress Vice President Rahul Gandhi ji. We discussed about the prevailing political situation in Kerala. In connection with that, today we had a meeting where senior leaders other than PCC President, CLP leader, former Chief Minister and Antony ji, we had extensive discussions on various organizational matters. ഇനി മന്ത്രി സുധാകരന്റെ ചില കവിതാ ചിന്തകളാണ്. തിരക്കിനിടയിലും ഈ കവിതകളൊക്കെ എഴുതാൻ എവിടെ സമയം കിട്ടുന്നു എന്ന് ഒരു പത്രക്കാരന്റെ ചോദ്യം. കവിത എഴുതാൻ സമയം വേണ്ട, ഏത് സമയത്തും എഴുതാം. ആ എഴുതുന്ന സമയത്ത് അതിന് സമയം മാറ്റി വെക്കണമല്ലോ. അങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ കവിയൊന്നുമല്ല, ഞാൻ പറയാം. പക്ഷെ ചില കവികളൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ ചില കവികളൊക്കെ ദീർഘകാലം ആലോചിച്ച് എഴുതി പിന്നെ തിരിച്ച് അങ്ങനെയുള്ളവരുണ്ടല്ലോ. അവരൊക്കെ കുറച്ച് വലിയ കവികളായിരിക്കും മിക്കവാറും. ഒരു പേരിലും അറിയപ്പെടണം, മനുഷ്യർ എന്നുള്ള പേര് അറിയപ്പെട്ടാൽ മതി. ആരും ഉപദ്രവിക്കാതെ ജീവിക്കുക. നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട് എല്ലാവരും, അത് വേറെ കാര്യം. കുറച്ച് വരുമല്ലോ, സാരമില്ല, സത്യതയൊന്നുമില്ല. ഭോപ്പാലിൽ മുഖ്യമന്ത്രിയെ തടഞ്ഞവരുടെ പ്രശ്നം എന്താണെന്ന് സുധാകരൻ മന്ത്രി പറഞ്ഞു തരും. ആതിഥ്യ മര്യാദ പഠിക്കാൻ ഭോപ്പാലുകാർ ഇങ്ങോട്ട് വരണമെന്നാണ് മന്ത്രിയുടെ മതം. അതുപോലാണോ ഇത്? ഉമ്മൻചാണ്ടിക്ക് പലയിടത്തും ജലപ്പേർ കിട്ടിക്കാണ്, അതുപോലെയാണ് ഇത്. ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി മറ്റൊരു ഗവൺമെൻറ്റിനെ അറിയിച്ച് ചെല്ലുകയാണ്. ഉമ്മൻചാണ്ടിക്ക് എപ്പോഴും ജലപ്പേരുണ്ടോ? ചില രാഷ്ട്രീയ സംഘർഷങ്ങളുള്ളിടത്ത് ഇപ്പോൾ അവിടെ എന്താ രാഷ്ട്രീയ സംഘർഷം? മധ്യപ്രദേശിൽ എന്താ കാര്യം? മുഖ്യമന്ത്രിയായിട്ട് എന്താ പ്രശ്നം? ഇതിൻ്റെ പ്രതികാരം തിരിച്ചു ചെയ്യാനല്ല, കുറച്ചുകൂടെ അന്തസ്സായിട്ട് സ്വീകരിച്ച് മര്യാദയ്ക്ക് അയക്കലാണ്. അതാണ് ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത്. അത് അവർക്കറിയില്ല. അവർക്ക് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഹരിശ്രീ അറിയാൻ പാടില്ല. മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്ക് അയാളൊരു കിരാത യുഗത്തിൽ ജീവിക്കുകയാണ്. അയാൾക്ക് രാജ്യം ഭരിക്കാൻ അറിയില്ല, പോലീസിനെ നിയന്ത്രിക്കാൻ അറിയില്ല, ഒരു സഹമുഖ്യത്തെ ബഹുമാനിക്കാൻ അറിയില്ല, ഫെഡറൽ തത്വങ്ങൾ അറിയില്ല. അയാൾക്ക് എന്താണെന്നറിയാം. ഇനി ശശി തരൂർജിയുടെ ചില കൊച്ചു വർത്തമാനം കേൾക്കാം. എന്നും ബഹളമാകുന്ന പാർലമെന്റിൽ പോകാൻ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തെ MP-ക്ക് നാണക്കേട് തോന്നുന്നുണ്ടത്രേ. അതെ, ഇതൊരു നാണക്കേടാണ്. ലോകത്തിന് വിദേശത്തൊക്കെ ആൾക്കാർ വരുമ്പോൾ അവർ എന്ത് വിചാരിക്കേണ്ട? എല്ലാ ആഴ്ചയും വല്ല ഡെലിഗേഷൻ വന്നിട്ട് നമ്മളുടെ ഗാലറി ഇരുന്നിടത്തൊക്കെ കാണുമല്ലേ ഈ ബഹളവും ഈ തെമ്മാടിത്തരവും നമ്മുടെ മോശം പെരുമാറ്റവും ഒക്കെ. അപ്പോൾ നമ്മൾക്ക് എന്താ പറയാനുള്ളത്? നല്ലതാ. ഓണം വന്നാലും പെരുന്നാൾ വന്നാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്ന അവസ്ഥയിലാണ് ശശി തരൂർജിക്ക്. പക്ഷേ ഇപ്പോൾ തൻ്റെ പേരിലുള്ള വിവാദങ്ങൾക്ക് അല്പം കുറവ് വന്നിട്ടുണ്ടെന്ന ആശ്വാസത്തിലാണ് തരൂർജി. ഇപ്പോൾ അത്രയുണ്ടോ? ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ നമ്മൾ സഹിച്ചു. ഇപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റീസിലൊക്കെ കോളേജ് ചേർന്നാൽ ആദ്യത്തെ ഒരു വർഷം റാഗിങ് അല്ലേ, എനിക്ക് 4-5 വർഷം റാഗിങ് സഹിക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് താന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എൻ്റെ എതിര് പറയാത്ത ഒന്നുമില്ല. പിന്നെ ബാക്കിയെല്ലാം പറയാനുള്ളത് പിന്നെ ഉല്ലാസമൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഞാൻ എന്ത് വായ പൊളിച്ചാൽ അതിന് വിവാദമാക്കി. കൂടെ ഇരിക്കുന്നവരെ പോലും ചേർത്ത് തരൂർജിയെ അപവാദം പറഞ്ഞു കളയുമത്രേ ചിലർ. അതുകൊണ്ട് ആരുടെയെങ്കിലും കൂടെ ഇരിക്കുന്നത് പോലും ഇപ്പോൾ സൂക്ഷിച്ചാണ്. അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇദ്ദേഹം പക്ഷിയുടെ എക്സ്പെർട്ടാണ്. അപ്പോൾ ഒരു പക്ഷിയുടെ എക്സ്പെർട്ട് അടുത്ത് ഇരുന്നാൽ ഇനി അതിനെക്കുറിച്ച് എന്തായാലും വിവാദമാക്കാൻ സാധിക്കില്ലല്ലോ. ഇനി ചലച്ചിത്ര രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ അടൂരിനെ ആദരിക്കുന്ന വേദിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാത്ത അടൂരിനെ ഇതാ KPSC ലളിത പറഞ്ഞു തരും. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ പറ്റിയും ചിരിക്കാത്ത മുഖമാണെന്ന് എല്ലാവരും പറയും. പക്ഷെ ചിരിക്കാത്ത മുഖത്തോടു കൂടി തന്നെ തമാശ പറയുന്ന ഒരാളും കൂടിയാണ് അടൂർ സാർ എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ എന്നുള്ള ഒരു അഹങ്കാരം കൂടിയുണ്ട് എനിക്ക്.
അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഇപ്പം എന്താ ചെയ്യുന്നത്, ഇപ്പം നാളെ 4 ദിവസത്തിനുള്ള ഇത് കൊടുക്കുകയും വേണം. അപ്പോൾ പറഞ്ഞു KPSCയിൽ ഇങ്ങനൊരു കുട്ടിയുണ്ട്, നമുക്ക് പോയി വിളിക്കാം. അന്ന് ഞങ്ങളാണ് ഇന്നലെ ഇന്നും നാളെ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരു ലെറ്ററും കൊടുത്ത് അവിടെ 2 പേരെ വിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നത്. അന്നും ഈ മുടി പക്ഷെ നല്ല കറുത്ത മുടിയാണ്. ഞാൻ ആദ്യം കാണുന്ന പുറകുവശം, ഞാൻ ഓർത്ത് കഥകളിക്കാരാണ്ടായിരിക്കും ഇരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ കാണുന്നത് പുറകുവശമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ അവാർഡ് സിനിമകളുടെ സംവിധായകനാകയാൽ മറ്റുള്ളവർ അദ്ദേഹത്തോട് അവാർഡ് സിനിമയിലേതുപോലെ മന്ദം മന്ദമാണത്രേ പെരുമാറുന്നത്. ഇതാ ഒരു ഓർമ്മക്കഥ. ഞങ്ങൾ 2 പേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി, സാറേ എന്ന് വിളിച്ചിട്ട്, ഞാൻ ഈ ഒരു വണ്ടി പറഞ്ഞേച്ച് നിൽക്കുക, ഒരു വണ്ടി വേണം എനിക്ക്, എൻ്റെ ഒരു കാര്യത്തിനൊന്ന് പുറത്ത് വേണം. അപ്പോൾ ഉടനെ ഭാഗ്യലക്ഷ്മി ഇവിടെ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഫെക്കയുടെ വണ്ടിയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഇല്ലേ, സാറിനില്ലാത്ത വണ്ടിയോ, നമുക്ക് ഒരു വണ്ടി വിളിച്ചേ എന്ന് പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മി പെട്ടെന്ന് വേണ്ട ഫെക്കയുടെ വണ്ടി ഒന്നും വേണ്ട, ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. അപ്പം ഞാൻ അതിന് വേണ്ടി ഞാൻ പോയിട്ട് തിരിച്ചു വരാം, ഞാൻ വണ്ടി പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സാറേ എത്ര നേരമായി വണ്ടി പറഞ്ഞിട്ട്? അപ്പോൾ 1 മണിക്കൂർ ആവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടൂർ സാറാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞോ ക്യാബിൽ? പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതാ അവർ താമസിക്കുന്നത്, അതായത് എന്താ അടൂർ ഗോപാലകൃഷ്ണൻ അവാർഡ് പടാം, அந்த ആൾക്ക് മിതു അനുപ്പ് വണ്ടി എന്ന് അവർ പറഞ്ഞു കാണും, അതുകൊണ്ടാണ് സാറേ താമസിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ സാറ് വീണ് പോകാതെ കൊണ്ട് നമ്മൾ ആരെയാണെങ്കിലും അവിടെ നിന്ന് കണ്ണുട്ടി കാണിച്ചു, ഇത് എന്നെ ഇങ്ങനെ അപമാനിച്ചോ എന്നാ എന്തെങ്കിലും സാർ അത് ലളിതയ്ക്ക് മനസ്സിലായി അതില്ലേ, ഞാനത് പറയരുതായിരുന്നു.